ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു വ്ളോഗാണ് കേട്ടോ. വിചാരിച്ച പോലെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, എന്നാലും ഞങ്ങൾ കണ്ട കാഴ്ചകൾ നിങ്ങൾക്കും കാണിച്ചു തരാം. കോഴിക്കോട് മുഗദാർ ബീച്ചിൻ്റെ ഭാഗത്തേക്കാണ് കേട്ടോ പോയത്. അവിടെ ഇങ്ങനെ പല സ്റ്റോൾസ് ഉണ്ട്. ഡോനറ്റ് ഉണ്ട്, പിന്നെ ഈ ഐസ്ക്രീംസിൻ്റെ ഉണ്ട്, പാനിപൂരി ഉണ്ട്, ഈ ഉപ്പിലിട്ടതൊക്കെ ഇല്ലേ അതൊക്കെ ഉണ്ട്, ഐശ്വരതി, പിന്നെ ചിക്കൻ്റെ ഐറ്റംസൊക്കെ ആയിട്ട് കുറേ റെസ്റ്റോറൻറ്റ്സും ചെറിയ ചെറിയ ഷോപ്സും ഒക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങോട്ടേക്ക് ആക്ച്വലി വന്നതിൻ്റെ മെയിൻ ഉദ്ദേശം തന്നെ അത് തന്നെയായിരുന്നു. ഈ എക്സാമിലൊക്കെ പെട്ട് കിടക്കുന്നല്ലേ, അപ്പോൾ ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടി വന്നതായിരുന്നു. ഈ ബീച്ചിൻ്റെ ഭാഗത്ത് ആളില്ല കേട്ടോ, അവിടെ അധികം ആളൊന്നുമില്ല. പക്ഷേ ആളുള്ളത് മൊത്തം ഈ റെസ്റ്റോറൻറ്റിലൊക്കെയാണ്. ഇവിടെ നല്ല നല്ല റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, നല്ല വൃത്തിയായിട്ടാണ് അവരുണ്ടാക്കുന്നത്. നമ്മളിങ്ങനെ നോക്കുമല്ലോ. അപ്പോൾ ഒരു ഉമ്മീസ് കിച്ചൺ ഉണ്ട്, ഇവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ ഇൻസ്റ്റഗ്രാമിലൊക്കെ. പിന്നെ ഈ കബാബിൻ്റെ കുറച്ച് ഷോപ്സ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നല്ല രസമുണ്ട് കേട്ടോ, കബാബൊക്കെ. പിന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഞങ്ങൾ കുറച്ച് പാർസലും വാങ്ങി. പിന്നെ ഈ സ്വീറ്റ് കോർണിൻ്റെ ഒക്കെ ഷോപ്സ് ഉണ്ടായിരുന്നു, അതും വാങ്ങി. മീൻസ് ഇതൊക്കെ ഞങ്ങളൊരു ഫേവറേറ്റാണ്. ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഐശ്വരതി ഉണ്ട്. പിന്നെ ഒരു ഐസ്ക്രീം ഷോപ്പാണ് കേട്ടോ ഇത്. ഇതിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ടോപ്പിങ്സ് ഒക്കെ സെലക്ട് ചെയ്യാം, ഏത് ഫ്ലേവറാണ് ഐസ്ക്രീം വേണ്ടത്. വനിലയാണ് ഐസ്ക്രീം ഉള്ളത്. പിന്നെ നമുക്ക് വേണ്ട സോസും ഫ്രൂട്ടും ഒക്കെ സെലക്ട് ചെയ്യാം. ഇവിടെ ഇപ്പോൾ വേദി ആകെ കൺഫ്യൂഷനിലാണ് കേട്ടോ, ഏത് എടുക്കുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആൾക്ക് എന്തായാലും സ്ട്രോബെറി ആണ് ഫേവറേറ്റ്. എവിടെ പോയാലും ആൾ പിങ്ക് നിറത്തിലുള്ളതേ എടുക്കൂ, പിന്നെ സ്ട്രോബെറിയേ എടുക്കൂ. ഇവിടെ ആണെങ്കിൽ ഇരിക്കാൻ നല്ലൊരു ബെഞ്ചൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, നല്ല രസമുണ്ട്. അവിടെ ഇരുന്ന് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയൊരു സ്ഥലമായിരുന്നു. പിന്നെ ഇതിൽ വേദി ഇപ്പോഴും ഒരു കൺഫ്യൂഷനിലാണ്, ഏത് ടോപ്പിങ്സ് ആണ് വേണ്ടത്, ഫ്രൂട്ട്സ് ഏതാണ് ഇടേണ്ടത് എന്നൊക്കെ. അപ്പോൾ അവസാനം ആൾ സ്ട്രോബെറി തന്നെ എടുത്തത് കേട്ടോ. കുറേ ഡിസ്കഷൻ ചെയ്യും, അവസാനം എടുക്കുന്നത് സ്ട്രോബെറി തന്നെ ആയിരിക്കും അങ്ങനെ. പിന്നെ അടുത്ത ആൾക്ക് ചോക്ലേറ്റ് ആയിരുന്നു, അപ്പോൾ അതും സെറ്റാക്കി. കോഴിക്കോടുണ്ടല്ലോ, ഏത് സമയത്ത് ബീച്ചിൽ പോയാലും ആൾക്കാരുണ്ടാവും കേട്ടോ. ഏകദേശം 2 മണി വരെയൊക്കെ ഉണ്ടാവും ആൾക്കാർ. അങ്ങനെ ആരും റെസ്ട്രിക്ഷനൊന്നും ഇല്ല ഇപ്പോൾ. അപ്പോൾ സേഫുമാണ്. കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞ സീറ്റ്. നല്ല രസമുണ്ട് ഇരിക്കാൻ ഇവിടെ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോവാണ്. അതിനിടയ്ക്ക് കുറേ പാർസലൊക്കെ വാങ്ങിക്കൂട്ടി. അപ്പോൾ ഇവിടെ ഇരുന്ന് കഴിക്കേണ്ട, പുറത്ത് പോയി കഴിക്കാമെന്ന് പറഞ്ഞത് ഞാനായിരുന്നു. അങ്ങനെ ഇവിടെയും എല്ലാ സ്ഥലത്തും ഇരിക്കാനും കുറച്ച് സ്ഥലവും ഇതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ സഹിക്കാൻ പറ്റാത്തത് ഈ ഓട്ടോ കിട്ടൂല. ഈ രാത്രി ഒരു സമയം കഴിഞ്ഞാൽ ഓട്ടോ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഓട്ടോ വെയിറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുകയായിരുന്നു. കുറേ വെഹിക്കിൾസ് പോകുന്നുണ്ട് കേട്ടോ, പക്ഷെ ഒരൊറ്റ ഓട്ടോ നിർത്തുന്നില്ല. അപ്പോൾ നമ്മുടെ വേദ്യ അവിടെ ഇരുന്നിട്ട് നവരസങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ആൾ ആക്ച്വലി ഇരിക്കുന്ന ഒരു മൈൽ സ്റ്റോണിൻ്റെ മുകളിലാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്നാൽ നമ്മുടെ കൈ പിടിക്കുന്നില്ല, ഇതിലേക്ക് ഓടാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ ഇരുത്തിയതാണ്. ജീവിക്കാൻ ഏറ്റവും നല്ല സ്ഥലമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കോഴിക്കോടാണ് കേട്ടോ. അതെന്തുകൊണ്ടാണെന്നൊന്നും അറിയില്ല കേട്ടോ. ഞാനിവിടെ വന്നത് കല്യാണം കഴിഞ്ഞ ശേഷമാണ്. എന്നാലും എനിക്ക് ഇത്രയും കൊല്ലം കൊണ്ട് നല്ലൊരു അടുപ്പം ഈ ഒരു സിറ്റിയോടുണ്ട്. ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയെന്ന് അറിഞ്ഞപ്പോൾ മുതൽ വേദ്യ പിന്നെ ഭയങ്കര ഒരു കോൺഷ്യസ് ആയിട്ടോ. പിന്നെ ആളിങ്ങനെ ഇതൊക്കെ കാണിച്ചു തരാൻ തുടങ്ങി. നമ്മൾ ബീച്ചിലാണ്, കണ്ടോ ബാക്ക്ഗ്രൗണ്ടിൽ എന്നൊക്കെ പറയാണ്. കുറേ ആൾക്കാരുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ അടുത്ത റെസിപ്പി വാട്ടർ മെലൺ ജെല്ലി ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി പണ്ട് ഞാൻ ഈ യൂട്യൂബിൽ വീഡിയോ ഇട്ടപ്പോൾ വേദ്യ ചെറിയ കുഞ്ഞായിരുന്നു, അതൊന്നും കൊടുക്കാൻ പറ്റിയ പ്രായമായിരുന്നില്ല. അപ്പോൾ 4-5 കൊല്ലത്തിന് ശേഷമാണ് ഞാനിതൊക്കെ റീസ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ വേദ്യക്ക് അത് കഴിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ദിവസം നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. അങ്ങനെ ഫൈനലി ഓട്ടോ ഒക്കെ വന്നപ്പോൾ വേദിക്ക് പേടിയായിട്ടോ. അതാണ് അച്ഛനോട് എടുക്കാൻ പറയാണ്. അങ്ങനെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. ബൈ.